ഒരു കരളിന് 1 ലക്ഷം. ഇനി വൃക്കയ്ക്കാണെങ്കിൽ 50,000 രൂപ. മനുഷ്യന്റെ ജീവന് പോലും വില ഈടാക്കുന്ന സംവിധാനമാണോ നമ്മുടെ കേരളത്തിൽ ഇന്ന് ഉള്ളത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഒരു സംശയം ഉണ്ടായാൽ, അതിൽ നമുക്ക് തെറ്റു പറയാനായിട്ട് സാധിക്കില്ല. കേരളത്തെ ഞെട്ടിച്ച അവയവ കച്ചവട കേസിൽ ഇപ്പോൾ പുറത്തു വരുന്നത് സിനിമകളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ള രേഖകളും കാര്യങ്ങളും ഒക്കെയാണ്. രോഗികളെ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ കമ്മീഷനുണ്ട്. കരളാണ് മാറ്റിവെക്കലിനെങ്കിൽ പ്രത്യേക നിരക്ക് തന്നെയുണ്ട്. വൃക്ക മാറ്റിവെക്കലിന് മറ്റൊരു പ്രത്യേക നിരക്കുമുണ്ട്. ഇതൊരു സാധാരണ മെഡിക്കൽ ടൂറിസം കരാറാണോ അതോ മനുഷ്യ ശരീരഭാഗങ്ങളൊക്കെ പോലും കച്ചവട ചരക്കാക്കി മാറ്റുന്ന വമ്പൻ റാക്കറ്റിന്റെ ഒരു മഞ്ഞുമലയുടെ അറ്റമാണോ എന്നുള്ളതാണ്. ഇന്ന് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ലേക്ക് ഷോർ ആശുപത്രിയുടെ ഉടമസ്ഥനും ED മുമ്പിൽ ചോദ്യം ചെയ്യലിനൊക്കെ ഹാജരായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, മാസങ്ങളായിട്ട് തന്നെ ഈ ഒരു കേസ് കേരളത്തിൽ നടന്നു വരുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഈ കേസ് വലിയ രീതിയിൽ ചർച്ചയാകുന്നില്ല എന്നുള്ളതാണ്. പലതുകൊണ്ടും അതിനെ മൂടിവെക്കാൻ ശ്രമിക്കുന്ന തരത്തിലാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ട്. പക്ഷെ അത് വാർത്ത കൊടുക്കേണ്ടത് കൊണ്ട് കൊടുക്കുന്നതാണോ എന്നുള്ള തരത്തിലാണ് ഇത് കൊടുക്കുന്നത് പോലും. അപ്പോൾ ഈ പറയുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ട് കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് നജീബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ചിരുന്ന റാക്കറ്റ് വ്യാജ വിലാസ രേഖകളും വ്യാജ ബന്ധുത്വ സർട്ടിഫിക്കറ്റുകളും ഉപയോഗിച്ച് അവയവദാന കച്ചവട അല്ലെങ്കിൽ അവയവദാന നിയമങ്ങളെയൊക്കെ മറികടന്നു എന്നാണ് അന്വേഷണ ഏജൻസികളൊക്കെയും കണ്ടെത്തിയിട്ടുള്ളത്. സാധാരണ ഒരു അവയവദാനത്തിന് സർക്കാർ നിശ്ചയിച്ച കർശന മാനദണ്ഡങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ അന്വേഷണ സംഘത്തിന്റെ സംശയം മറ്റൊന്നാണ്. ഈ നിയമം മറികടക്കാനായിട്ട് വ്യാജ രേഖകളൊക്കെ ഉണ്ടാക്കുക, ദാതാവിനെയും സ്വീകർത്താവിനെയും ഒക്കെ തമ്മിൽ ഒരു പൊരുത്തപ്പെടൽ ഉണ്ടാക്കുക, അതിലൂടെ കോടികളുടെ ഇടപാടുകൾ നടത്തുക. ഇത് കൊടുക്കുന്നവന് പണം ഈ പറയുന്ന രീതിയിലൊന്നും കിട്ടില്ല. അവന് തുച്ഛമായ പണമാണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഈ ചോദ്യത്തിനുള്ള വലിയ ഉത്തരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പുറത്തു വന്ന കരാർ രേഖയിലെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ എന്ന് പറയുന്നത്, കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഏതാണ്ട് ഒക്ടോബർ 10 ഒപ്പുവെച്ചതായിട്ട് പറയപ്പെടുന്ന ഒരു പേഷ്യന്റ് ഫെസിലിറ്റേഷൻ എഗ്രിമെന്റ് ആണ് ഇപ്പോൾ ചർച്ചാ വിഷയമാകുന്നത്, അല്ലെങ്കിൽ വിവാദമായി മാറുന്നത്. അതിൽ ഈ പറയുന്ന സ്വകാര്യ ആശുപത്രിയും മുഖ്യപ്രതി നജീബിന്റെ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ ടൂറിസം സ്ഥാപനവും തമ്മിലുള്ള കരാറിലാണ് ഈ വിവരങ്ങളൊക്കെ വന്നിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഈ കരാർ പ്രകാരം കരൾ മാറ്റിവെക്കൽ രോഗിയെ എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1 ലക്ഷം രൂപയാണ് കമ്മീഷനായിട്ട് കിട്ടുക. ഇനി വൃക്ക മാറ്റിവെക്കൽ രോഗിയെ എത്തിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 50,000 രൂപ കമ്മീഷനായിട്ട് ലഭിക്കും. മറ്റ് കിടത്തി ചികിത്സകൾക്ക് ആകെ ബില്ലിന്റെ 10% കമ്മീഷൻ ആയിട്ട് കിട്ടുക. ഇവിടെയാണ് വലിയൊരു ചോദ്യം വരുന്നത്. ഒരു രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് കമ്മീഷൻ നൽകുന്ന സംവിധാനം മെഡിക്കൽ രംഗത്തിന്റെ ധാർമ്മികത എന്ന് പറയുന്ന ഒരു കുന്ത്രാണ്ടം ഉണ്ടല്ലോ, അതുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതാണ്. നമ്മൾ എന്തിനും ഏതിനും ഒക്കെ പറയും ഭയങ്കര ധാർമ്മികതയാണ്, ആനയാണ്, ചേനയാണ് എന്നൊക്കെ. ഒരു കുന്തവും ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല എന്നുള്ളതല്ല ഈ രേഖകൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി ഇതൊന്നും അല്ലെങ്കിൽ രോഗി ഒരു മനുഷ്യനല്ല, ഒരു ബിസിനസ് ലീഡ് മാത്രമായിരുന്നു എന്നുള്ളതും ഒരു ബിസിനസ് മുതലാണോ എന്നുള്ളതാണ്. രോഗിയോ അതോ കമ്മീഷൻ ചാർജ് ആണോ, പാക്കേജ് ആണോ? ചികിത്സാ രംഗം സാധാരണ ബിസിനസ്സുകളിൽ നിന്നൊക്കെ വലിയ വ്യത്യാസമുള്ളതാണ്. നമുക്കറിയാം, പല മെഡിക്കൽ പാക്കേജുകളും മെഡിക്കൽ ടൂറിസവുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് ഹോസ്പിറ്റലുകളൊക്കെ വരുന്നത്. സാധാരണ പഴയ രീതിയിലുള്ള ഹോസ്പിറ്റലുകളൊന്നും തന്നെ ഇന്ന് നമ്മുടെ നാട്ടിലില്ല എന്ന് പറയാം. എല്ലാം സൂപ്പർ സ്പെഷ്യാലിറ്റിയും ഒക്കെ ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക് അവിടെ എത്തുന്നത് ഒരു രോഗിയല്ല, ഒരു ഉൽപ്പന്നമാണ്. അവിടെ മനുഷ്യ ജീവനാണ് കേന്ദ്രമായിട്ട് മാറുന്നത്. പക്ഷെ ഇപ്പോ പുറത്തു വരുന്ന രേഖകളൊക്കെ വിവരങ്ങളൊക്കെ ശരിയാണ് എന്നുണ്ടെങ്കിൽ ചിലർ രോഗികളെ പോലും കമ്മീഷൻ അടിസ്ഥാനത്തിൽ കണക്കാക്കിയെന്നാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം വരുന്നത്. ഒരു കരൾ രോഗി വന്നിട്ടുണ്ടെങ്കിൽ 1 ലക്ഷം രൂപ കമ്മീഷൻ കിട്ടുകയാണ്.
വൃക്കരോഗിയാണെങ്കിൽ 50,000 ബില്ല് കൂടിയാൽ കമ്മീഷൻ കൂടും. അപ്പൊ ഇതൊക്കെ കേൾക്കുന്ന സാധാരണ ജനങ്ങൾക്ക് അല്ലെങ്കിൽ സാധാരണ ജനം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മനുഷ്യജീവനും ഈ കമ്മീഷൻ പോർട്ടലിൽ ചാർട്ടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണത്. അന്വേഷണ ഏജൻസികളൊക്കെ പറയുന്ന വിവരങ്ങൾ ഇതിലേറെ ഗുരുതരമായിട്ടുള്ളതാണ്. നമ്മൾ ഈ കേട്ടതിലും വലിയ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ്. അവയവദാനത്തിന് ആവശ്യമായിട്ടുള്ള ബന്ധുത്വ രേഖകൾ വ്യാജമായിട്ട് സൃഷ്ടിച്ചു എന്നുള്ളതാണ്. വിലാസങ്ങൾ കെട്ടിച്ചമച്ചിട്ടുണ്ട്. സംസ്ഥാനങ്ങൾ കടന്നും രാജ്യങ്ങൾ കടന്നുമൊക്കെ ആളുകളെ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. പേപ്പറിൽ ബന്ധുക്കൾ യഥാർത്ഥത്തിൽ അന്യർ. ഒന്ന് ആലോചിച്ച് നോക്കൂ, തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ആളുകളാണ്, ബന്ധുക്കളാണെന്നൊക്കെ വ്യാജ രേഖ ഉണ്ടാക്കിയിട്ടാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ അവയവദാന നിയമങ്ങളെ എല്ലാം മറികടന്നിട്ട് എല്ലാം ചെയ്തു എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു ആരോപണം വരുന്നത്. ഈ രേഖകളൊക്കെ അപ്പൊ ആരാണ് പരിശോധിച്ചത്? ആരാണ് ഇതൊക്കെ അംഗീകരിച്ചത്? അപ്പോ ഇതൊക്കെയാണ് എങ്ങനെയാണ് ഈ മെഡിക്കൽ ബോർഡുകളുടെ മുന്നിലൂടെ ഈ കാര്യങ്ങളൊക്കെ കടന്നു പോകുന്നത്? മെഡിക്കൽ ബോർഡിന് മുമ്പിൽ ഇതെത്തണം, അത് സാക്ഷ്യപ്പെടുത്തണം. അപ്പൊ ഇതൊക്കെ ഒരു സംഘമായിട്ട് നടത്തുന്ന കാര്യങ്ങളായിരുന്നു എന്നുള്ള രീതിയിലേക്കല്ലേ കാര്യങ്ങൾ വന്നെത്തിക്കുന്നത്. ഇതൊക്കെയാണ് ഇനി അന്വേഷണത്തിന്റെ നിർണായകമായിട്ടുള്ള ചോദ്യങ്ങളായിട്ടൊക്കെ മാറുന്നത്. ഉത്തരം കിട്ടും എന്നുള്ള വലിയ പ്രതീക്ഷകളൊന്നുമില്ല, എല്ലാം വലിയ ആളുകളായതുകൊണ്ട് തന്നെ. ഒരു സാധാരണ ക്രിമിനൽ കേസ് മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ പോലീസിന് അന്വേഷണം നടത്തിയാൽ മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഇ.ഡി ഇടപെട്ടത് ഒരു കാര്യം കൊണ്ടാണ്. ഇതിൽ പണം ഒരു പ്രധാന കാര്യമായിട്ട് വരുന്നുണ്ട്. വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടോ? കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ടോ? കമ്മീഷൻ രൂപത്തിൽ കോടികൾ കൈമാറിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഇ.ഡി അന്വേഷിക്കുന്നത്. ഇതിനോടകം തന്നെ ആശുപത്രി മാനേജ്മെന്റ് അംഗങ്ങളെയും ഡോക്ടർമാരെയും ഒക്കെ ഇ.ഡി ചോദ്യം ചെയ്തിട്ടുണ്ട്. ചിലരുടെ മൊഴികളിലൊന്നും വ്യക്തതയില്ല എന്ന് അന്വേഷണ സംഘം വിലയിരുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതകൾ ഏറെയാണ്. അപ്പോൾ ഇതിൽ ഇനി മറ്റൊരു ചോദ്യം ഉയർന്നു വരാം. ഇതിപ്പോ ഈ ഒരു ഹോസ്പിറ്റലിൽ ലക്ഷോറുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണോ, അതോ ഇതിൽ കൂടുതൽ ആശുപത്രികൾ ഇതിലൊക്കെ ഇടപെട്ടിട്ടുണ്ടോ? ഈ റാക്കറ്റ് ഈ ഒരു ആശുപത്രി മാത്രമായിരുന്നു, അല്ലെങ്കിൽ സംസ്ഥാനത്തെ കൂടുതൽ ആശുപത്രികളിലേക്കൊക്കെ അന്വേഷണം വ്യാപിക്കുമോ? ഇതിനകം തന്നെ വിവിധ ആശുപത്രികളിലെ ഡോക്ടർമാരെയൊക്കെ ചോദ്യം ചെയ്തിട്ടുണ്ട്. സാമ്പത്തിക ഇടപാടുകളുടെ രേഖകളെല്ലാം പരിശോധിച്ചിട്ടുണ്ട്. പരിശോധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ പേരുകളൊക്കെ പുറത്തു വരാനുള്ള സൂചനകളുമൊക്കെ നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണ് എന്നുണ്ടെങ്കിൽ കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ വിവാദമായിട്ട് ഇത് മാറാം. അപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു ആശുപത്രിയോ ഒരു ഡോക്ടറോ ഒന്നുമല്ല, അവയവദാന സംവിധാനങ്ങളോടുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ഓരോ ദിവസവും അവയവദാനത്തിനായിട്ട് കാത്തിരിക്കുന്ന നൂറുകണക്കിന് രോഗികൾ നമുക്കിടയിലുണ്ട്, നമ്മുടെ ചുറ്റുമുണ്ട് എന്നുള്ളതാണ്. മരണത്തിന് മുന്നിൽ നിൽക്കുന്നവരുണ്ട്, ജീവൻ രക്ഷിക്കാൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കുടുംബങ്ങളുണ്ട്. അവരുടെയൊക്കെ വിശ്വാസത്തെ തകർക്കുന്ന തരത്തിൽ ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റം തന്നെയാണ്. അപ്പോൾ ഇപ്പൊ പുറത്തു വരുന്ന ഈ രേഖകളെല്ലാം വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. പക്ഷെ അന്തിമ സത്യം കോടതിയുടെയും അന്വേഷണ ഏജൻസികളുടെയും കണ്ടുപിടുത്തത്തിലൂടെയാണ് വ്യക്തമാകേണ്ടത്.